വെൽക്കം ടു ചാരസ് ചിറ്റ് ചാറ്റ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിന് ഭയങ്കര വെയിൽ, നമുക്ക് വേണ്ടില്ല നിൽക്കാം. അതിൻ്റെ ഞാൻ വ്ളോഗ് എടുത്തു കഴിഞ്ഞപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു, കുറേ പേരൊന്നുമില്ല, ആകെ കണ്ട 10 ആളിൽ 1-2 പേര് പറഞ്ഞു, ഓക്കെ എന്നാൽ അടുത്ത് നിൻ്റെ ഗാർഡൻ്റെ വ്ളോഗ് നമുക്ക് കാണാമല്ലോ അല്ലേ. ഓക്കെ സോ ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കാര്യം സെറ്റ് ആവും കേട്ടോ ഗൈസ്. ബിക്കോസ് ഇതിപ്പോൾ എങ്ങനെ പിടിച്ചാലാണ് എൻ്റെ മുഖം വൃത്തിക്കാന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് നമ്മളുടെ ഗാർഡൻ്റെ വ്ളോഗ് എടുക്കാം. സോ യു ഗൈസ് ആർ റെഡി ടു സീ മൈ ഗാർഡൻ ആൻഡ് മൈ പ്ലാന്റ്സ്. മൈ ഗാർഡൻ റൈറ്റ് ഓഫ് മൈ ഗാർഡൻ. ഐ സേ മൈ ഗാർഡൻ. ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെടിയെങ്കിലും ഞാൻ നട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ആ ചെടിക്ക് ദിവസവും വെള്ളം നനയ്ക്കണം അല്ലേ. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആൻഡ് മോസ്റ്റ്ലി എൻ്റെ അമ്മ ഈസ് ലൈക്ക് എ ചെടിപ്രാന്ത് എന്നൊക്കെ പറയില്ല. ഷീ ഈസ് എൻ എക്സ്ട്രീം വേർഷൻ ഓഫ് ദാറ്റ്. ആ ടിപ്പിക്കൽ മലയാളി മദർ. എവിടെ പോയാലും ഒരു കഷ്ണം, ഒരു കൊമ്പ് കിട്ടോ, ഈ ചെടിൻ്റെ ഒരു കൊമ്പ് കിട്ടോ, ചെടി എന്ത് രസാ, ഇത് നമ്മുടെ വീട്ടിലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് എൻ്റെ അമ്മ. സോ അങ്ങനെ അമ്മ ഉണ്ടാക്കിയതാണിത്. പിന്നെ ആൾക്ക് ഇപ്പോഴേക്കുള്ള ചെടി ഗാർഡനിങ്ങിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ ഒന്ന് ഡീവിയേറ്റ് ആയി. ബട്ട് സ്റ്റിൽ ഷീ ലവ്സ് ഗാർഡനിങ്. ഇങ്ങനെ ഓരോന്ന് നട്ട് വയ്ക്കുക, അത് നന്നാക്കുക, അതൊക്കെ ഇപ്പോഴും ആൾക്ക് ഇഷ്ടമാണ്. സോ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗും ഈ ചെടികളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെക്കാളും നല്ലത് ഇസ് മൈ മോം, ബിക്കോസ് ഇറ്റ്സ് ഹെർ ഗാർഡൻ. സോ ഷീ ഹാസ് ടു എക്സ്പ്ലെയിൻ. അങ്ങനെ കാല് പിടിച്ച് കെഞ്ചി, അമ്മ പ്ലീസ് നാളേക്ക് ഞാനൊരു വലിയ സെലിബ്രിറ്റി ആയാലോ, എൻ്റെ കൂടെ ഒന്ന് വാമ്മ എന്ന് പറഞ്ഞ് കെഞ്ചി കാല് പിടിച്ചിട്ട് ആളൊന്ന് വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഹെർ. ഓക്കെ എന്താണ് മോളെ ഈ താമര ഞാൻ ട്യൂബർ വാങ്ങി നട്ടുകയാണ്. ഒരു 2-3 വർഷമായി. പിന്നെ ട്യൂബറിന് അന്നേരം 550 രൂപ കൊടുത്തിനായിരുന്നു. ട്യൂബർ വാങ്ങി, എന്നിട്ട് അത് പിന്നെ കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് കുറച്ച് 2 ആഴ്ച വെച്ച് എന്നിട്ട് ചെറിയ ഇതിന് വരുന്ന സമയത്ത് അതായി. എന്നിട്ട് ഇപ്പൊ ഇതിലേക്ക് മാറ്റി നട്ടതാണ്. ഇഷ്ടമാതിരി പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു താമരയില്. ഇപ്പൊ ഈ ഡിസംബർ മാസം താമരക്ക് ശരിയല്ലാണ്ട് അതിലേക്ക് റീപ്ലാന്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ട് ട്യൂബർ എടുത്ത് നട്ടതാണ് ഇത്. ഇങ്ങനെ മാറ്റി നട്ടു. പക്ഷെ ഇതിലുള്ളത് ഒരുപാട് വെള്ളമുള്ളതുകൊണ്ട് ഇതിൽ വലിയ വലിയ താമര പൂവാ വരുന്നത്. ഇതിൽ പിന്നെ അത്ര ഇതിൽ കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഇതിലുള്ള പൂക്കള് കുറച്ച് ചെറിയ പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിലൊന്ന് ഗപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഗപ്പി കൊതുകിന്റെ അകത്ത് വെള്ളം ഗപ്പി ഇട്ടിട്ട് പിന്നെ മഴയത്താകുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഇതുണ്ട്, അതിലേക്കൂടെ പുറത്തേക്ക്. പിന്നെ എല്ലുപൊടി. ഇത് ഏതാ കളർ ചെയ്താ താമര? ഇത് ഒരു വൈറ്റും പിങ്കും കൂടി മിക്സ് ആയ വലിയ താമരയാണ്. വലിയ താമരയാണ്. ഇപ്പൊ ഇല്ല, നിങ്ങൾക്ക് കാണാൻ ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഈ ഒരു ടൈമിന്റെ ആയിരിക്കും ഡിസംബർ മാസം അതിന് അന്വേഷിച്ചില്ല, വിളിച്ചു ചോദിച്ചു പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഓൺലൈനിൽ വാങ്ങിയതാണ്. ഈ അമ്പലും 2-3 താമരന്റെ ഇതും വാങ്ങിച്ചായിരുന്നു. അത് നല്ലൊരു ഇത് ഉഷാറായിട്ട് വന്നിനായിരുന്നു. ഇപ്പൊ ഈ സീസണിന്റെ പ്രശ്നം കൊണ്ട് വീണ്ടും അതല്ല ഇങ്ങനെ അവസ്ഥയിലാണ് ഉള്ളത്. റീപ്ലാന്റ് ഇന്നലെ ചെയ്തതാണ് ഇത് കാണുന്നത്. ഇത് വെള്ളം ഇതിലും ചാണപ്പൊടിയും എല്ലുപൊടിയും എല്ലാം ആണല്ലോ. അതുകൊണ്ട് വെള്ളത്തിന് കളർ ഇങ്ങനെ. ഇതിലും ഗപ്പിയുണ്ട്, കൊതുകില്ല, ഗപ്പി ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്പലിന് കുറെ പൂ തന്നെയായിരുന്നു. അമ്പലിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ഉള്ളത്. എല്ലാം ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയാണ് ഉള്ളത്. രണ്ടാമത് ഒരുപാട് ചെടി ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ചെടി വെച്ചാല് അത്രയും ചെടിയുള്ള വീടെന്ന് എല്ലാവരും പറയുന്നതാണ് ചെടിയുള്ള വീടെന്നായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് നാൾ നമ്മൾ പൂട്ടിയിട്ട് 2 വർഷം മൈസൂരൊക്കെ പോയി താമസിക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ അമ്മേന്റെ ഒരു മരണം ഒക്കെ സംഭവിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ ഈ ചെടീനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ചെടീൻ്റെ അകത്ത് എനിക്ക് അറിയില്ല, ഞാൻ വാങ്ങിയ ചെടിയുടെ ചെറിയൊരു മുള്ള എൻ്റെ കൈക്ക് കൊണ്ടു. അതിന്റെ കൈക്ക് ചെറിയൊരു അലർജി വന്നു. പിന്നെ ഡോക്ടർ കുറെ കാണിച്ചു. ഇപ്പൊ ഡോക്ടർ നിങ്ങൾക്ക് ചെടി നോക്കല്ലേ, ശരീരം നോക്കുന്നു പറഞ്ഞാൽ ഞാൻ ചെടി കുറച്ച് വിട്ട് നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചെടി ഇങ്ങനെ ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. വീണ്ടും അടുത്ത പരിപാടി തുടങ്ങണമെന്നുണ്ട്. ചെടി നമ്മൾ സപ്പോർട്ടിനെ കുറിച്ച് പറയാം. മുറ്റം ചെറിയൊരു മുറ്റായിരുന്നു. ഈ ഭാഗത്ത് ഇത്ര മുറ്റം ഉണ്ടായിരുന്നില്ല. ഈ മുറ്റം കുറച്ച് നമ്മളെ കല്യാണ സമയത്ത് മുറ്റം കുറച്ച് വീതി കൂട്ടി. അന്നേരം ഈ സപ്പോർട്ട് തന്നെ കളയാനും ഉദ്ദേശിച്ചത്. സപ്പോർട്ട് നിറയെ സപ്പോർട്ട് ഉണ്ടാകുന്ന മരമാണ്. അതുകൊണ്ട് മുറ്റം അതുവരെ എടുത്തിട്ട് സപ്പോർട്ട് നമ്മളോട് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സപ്പോർട്ട് ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാവോന്ന് പറയാൻ കഴിയില്ല. ഈ മതില് ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ നല്ല ഉണ്ടാവാറില്ലേ, ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ വളർച്ച വരുന്ന സമയത്ത് ആ മതിൽ ഇങ്ങോട്ട് കല്ലളകി കളയുന്നൊരു സംശയമാണ്. അടി ഞാൻ അടുത്ത് ഉണ്ടായില്ലായിരുന്നു. ഇത് അടിയൊരു വിത്തിന്റെ അകത്ത് ഉണ്ടാക്കിയതാണ് ഈ തൈകൾ മൊത്തം. നിങ്ങൾക്ക് കാണാനല്ലേ കുറേ തൈകളുണ്ട്. ഇതിനകത്ത് കുറെ പിന്നെ ഞാൻ അങ്ങനെ ആർക്കെല്ലാം കൊടുത്തിട്ട് പോയി. എന്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. ഇനി ബാക്കിയുള്ളതാണ് അടിയനത്തിനകത്ത് നല്ലൊരു വാള് പോലെ വരും. അത് ഞാൻ റബ്ബറിട്ട് കെട്ടി കൊടുക്കും ഉണക്കം വരുമ്പോ. എന്നിട്ടാണ് അതിന്റെ വിത്ത് എടുത്തിട്ടാണ് ഇത്രയും തൈകൾ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇപ്പൊ അത് നമ്മളെ തൈകൾ ഉണ്ടാക്കി വെക്കുന്നത് വേഗം ഇങ്ങനെ അടിയിൽ വേഗം ഇങ്ങനെ വണ്ണം വെക്കും. ഇത് കണ്ടോ, നല്ല വണ്ണം വെക്കും. മറ്റേ കമ്പ് മുറിച്ച് നട്ടത് ഒരിക്കലും ഇങ്ങനെ വരൂല, ബോൺസായി പോലെ വരൂല. ഇത് വേഗം ബോൺസായി ആയിട്ട് മാറും. കമ്പ് മുറിച്ച് നട്ടത് എപ്പം വടി വണ്ണം കുറവായിരിക്കും. വണ്ണം ഇതെല്ലാം അങ്ങനെ നട്ടതുകൊണ്ട് ഇങ്ങനെ അടി ഇങ്ങനെ വന്നത്.
അതിന് ശേഖരണം ഇപ്പൊ ഇങ്ങനെ ഉണ്ട്. എല്ലാം ഒരേ കളർ തന്നെയാ? ഒരേ കളർ, രണ്ടുതരം കളർ. രണ്ട് കളർ ഉണ്ടാവും. ഇതിന്റെ അകത്ത് പ്രശ്നം വെച്ചാല് ഇതിന്റെ വിത്തിന്റെ അകത്ത് തന്നെ നമ്മൾ കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് അപ്പൂപ്പൻ താടി പോലെ അപ്പൊ എന്റെ അടുത്തുള്ള സംഭവം വേറെ അടുത്ത് പോകും. അപ്പൊ അവിടെ വേറൊരു അടീനി ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് പരാഗണം നടന്നിട്ട് വേറൊരു കളറാവില്ല കിട്ടും. ഈ സെയിം കളർ കിട്ടൂല. അടീനി ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ അത് ഒരു സ്ഥലത്ത് മാത്രം ഇട്ടും നല്ല രസമുള്ള പോകും. അല്ലെ ഇത് എല്ലാ തവണയും ഉണ്ടാവുക? മഴ പറ്റൂല. മഴ പറ്റൂല. മഴത്തെല്ലാം അത് ചെയ്തു പോകും. മഴത്ത് തന്നെ സംരക്ഷിക്കണം. പിന്നെ വെള്ളം കൊടുത്ത് 1 മാസോ 2 മാസോ വെള്ളം കൊടുത്തിട്ട് ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വെള്ളം വേണ്ട. അത്രയും മരുഭൂമിയും പാറക്കല്ലും അങ്ങനെയൊക്കെ. മണ്ണ് വേണ്ട. ഇങ്ങനത്തെ ചട്ടിയില നട്ടു ചട്ടിയില വേണ്ട. എന്നാലും അതിന് വേരിങ്ങനെ ബോൺസായി പോലെ വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചട്ടി പോലെ വലിയൊരു മരം ഉണ്ടായിരുന്നല്ലേ? അപ്പുറം ഉണ്ടായിരുന്നു. 2 സൈഡിലോ. ഇത് ബുദ്ധിമുട്ട് വെച്ചാല് ഇത് പിന്നെ ഈ മതിലിന്റെ ഒരു പ്രശ്നം, വണ്ടി ഒരു കയറ്റായതുകൊണ്ട് എപ്പോഴും പ്രശ്നം ആയതുകൊണ്ട് കുറെ ചെടിച്ചട്ടിയിലും 10-30 ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വീണ്ടും പോകും. പിന്നെ ഇതിങ്ങനെ വീട്ടിനെ കൊണ്ട് ഇങ്ങനെ ചായാൻ തുടങ്ങിയതാണ് അത് മുറിച്ച് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പൊ മുറ്റത്ത് ഭയങ്കര വെയിലാണ്, കാണാനില്ല. അതുള്ളപ്പോ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇതെന്നാ മുല്ലപ്പൂ? അത് ഒരു മുല്ലയുണ്ട് അതില്. പിന്നെ 2-3 ഓർക്കിഡ് ഉണ്ട് അതിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് കാണാനല്ലേ ഓർക്കിഡ് മരത്തിന് മരത്തിന് ഓർക്കിഡ് ചേരിയിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അതിന് മണ്ണൊന്നുമില്ല ഓർക്കിഡിന്. ചേരിയിൽ അത് വെച്ചിട്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയിലോട്ട് ആക്കി വെച്ചതാണ്. അതിൽ പൂ വരുന്നുണ്ട്. അതിനകത്ത് ഒരു പൂവിന്റെ ഇതാണ് കാണുന്നത്, ഒരു ഓർക്കിഡിന്റെ. ഇത് ഓർക്കിഡാ? ഇത് ഓർക്കിഡാണ്. ഈ ഓർക്കിഡ് കുറേ ദിവസം നിൽക്കുമല്ലോ? ഇത് നിൽക്കും. ഈ തുളസിത്തറ, ഇത് തുളസിത്തറക്ക് വലിയൊരു കഥയുണ്ട്. ഇത് മൈസൂരിൽ നിന്ന് നമ്മൾ 2 വർഷം മൈസൂരായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എല്ലാ വീടുകളിലും കാണുന്ന സംഭവം ഈ തുളസിത്തറ. അത് വീട് ചെറുതാന്നും വലുതാന്നും എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പൊ ഇത് എനിക്കൊരു ആഗ്രഹം വന്നു, ഒരു തുളസിത്തറ എന്റെ വീട്ടിലും വേണമെന്ന്. അപ്പൊ നടുമുറ്റത്ത് വെക്കാൻ സ്ഥലമില്ല, കാറ് കയറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് സൈഡിലോട്ട് ആ തുളസിത്തറ കഴിച്ചു. അങ്ങനെ നമ്മളുടെ സ്വന്തം തുളസിത്തറ നമ്മൾ മൈസൂരിൽ നിന്ന് കാറിൽ വരുമ്പം ഡിക്കിയിലിട്ട് കൊണ്ടുവന്നതാണ് നമ്മളുടെ തുളസിത്തറ. ഓർക്കിഡ് അങ്ങനെ തന്നെ 2-3 കളർ ഓൺലൈനിൽ വാങ്ങിച്ചായിരുന്നു. ഒരു 3,000 റുപ്പീസ് ആയിരുന്നു. ഇതില് പിന്നെ ഇപ്പൊ 1-2 ബാക്കിയുണ്ട്. അതിന് അധികം വളമൊന്നും വേണ്ട. കരിയും അതിൽ കരി, പിന്നെ എല്ലുപൊടി, മണ്ണേ ഇല്ല, ഒട്ടും മണ്ണില്ല. വെറും കല്ല്, പിന്നെ ഇങ്ങനത്തെ ഇതും, പിന്നെ വിറക് കത്തിച്ച കരിയും, പിന്നെ കുറച്ച് ഇതിനകത്ത് പിന്നെ ചകിരി മുറിച്ചിട്ടിട്ടുണ്ട്. ചകിരി മുറിച്ചിട്ടതും അങ്ങനെയൊക്കെ. മണ്ണേ ഇല്ല. ഇത് കൊറേ കാലം ഇങ്ങനെ പൂ ഇതുപോലെ നിൽക്കോട്ടോ. ഉണ്ടാവാൻ കുറച്ച് ടൈം എടുക്കുന്നു. ഉണ്ടാവാൻ ടൈം എടുക്കും, പക്ഷെ ഉണ്ടായാല് ഇത് അവിടെയെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊന്നും പൂ വന്നില്ല. ഇതെല്ലാം ഓൺലൈനിൽ വാങ്ങിയതല്ലേ? എല്ലാം വേറെ വേറെ ആയിരുന്നോ? 3 തരം കളറായിരുന്നു. നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന സംഭവമൊക്കെ നമ്മൾ ഒരിക്കലും ഫേക്കാണ്, അത് തട്ടിപ്പാണ്. പക്ഷെ ഓൺലൈനിൽ വാങ്ങുന്നൊന്നും അത്ര എല്ലാം അങ്ങനെയല്ല. എല്ലാം അങ്ങനെയല്ല. നമ്മൾ അധികം നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല ഓൺലൈനിൽ വാങ്ങുന്നത്. കടലാസുഷ്പം ഒത്തിരി, ഒരു 10-16 വെറൈറ്റി കടലാസുഷ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് വെള്ളം വേണ്ട. നല്ല വെയിൽ മാത്രം മതി ഇതിന്. അപ്പൊ നോക്കുമ്പോ ഇപ്പം പിന്നെ അത് മുറിച്ചിട്ട് അത് ബഡ് ചെയ്തൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ പൂക്കൾ കുറഞ്ഞത്. അല്ലെ ഒത്തിരി കടലാസുഷ്പം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മതിലിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ ഇത് വെറൈറ്റി കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ചെയ്യണം. നമ്മുടെ സ്വന്തം ചെറുനാരങ്ങ, എല്ലാ സമയത്തും ഒരു ചെറുനാരങ്ങ ഉണ്ടാവും. നമുക്ക് എപ്പോഴും വെള്ളത്തിനും ആവശ്യത്തിനും അത് നമ്മൾ കുറെ വലുതായിട്ട് ഇത് മുറിച്ച് കളയാന്ന് വിചാരിച്ചായിരുന്നു. ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം തൊടുമ്പോൾ തന്നെ എന്റെ കയ്യിൽ ചെറുനാരങ്ങ പിന്നെ മുറിച്ച് കളയാന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ ഏത് സാധനം മേക്കുന്നത് നമ്മൾ കാത്തിരിക്കണം കുറച്ച്. വെച്ചാല് അതിലൊന്നും ഉണ്ടാവൂല. അതിന് വേഗം നശിച്ചു ഇപ്പോൾ ചെറുനാരങ്ങ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കുറെ ഒരു ചെറുനാരങ്ങ വിറ്റിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ വെയിറ്റ് കൂടിയിട്ട് അവിടെ പൊരിയാന്റെ ലെവലിലാണ് ഉള്ളത്. ആ മണ്ണിൽ ഇത് വലിയൊരു മരം പോലെ ആയിട്ടുണ്ട്. ഒരു സീസൺ ഒരുക്ക കഴിയുമ്പോൾ 2ാമതും അതിൽ മുട്ടിപ്പൂ വരും. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ചെറുനാരങ്ങ ഞാൻ ഒരു 1000 രൂപേനെയൊക്കെ ചെറുനാരങ്ങ കൊടുത്തിട്ടുണ്ട്. 1000 പോലെ അതിൽ കൂടുതൽ ചെറുനാരങ്ങ കൊടുത്തിട്ടുണ്ട്. അതിന് വലിയ ഒരു വളമൊന്നും ഇടാത്ത, ഒന്നും വളമൊന്നുമില്ല. കുറച്ച് വെള്ളം നനച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ദിവസം നാരങ്ങ വെള്ളമൊക്കെ ആക്കി കുടിക്കുന്നത് ഈ ചെറുനാരങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ചെറുനാരങ്ങ ഇടുന്നൊക്കെ ഇങ്ങനെ കാണില്ലേ? ഇത് കൊക്ക കെട്ടി പറിക്കേണ്ട അവസ്ഥയാണ്. മുകളിലെല്ലാം ഉണ്ടാവാറുണ്ട്. ചെടി ഇപ്പം കുറച്ച് വീണ്ടും റീപ്ലാന്റിങ് വീണ്ടും തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് ബോഗൺവില്ല മുറിച്ച് നട്ടിട്ടുള്ളത്. ഇതൊക്കെ അതിലൊക്കെ ഇപ്പം ഇത് വരുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് മണ്ണൊക്കെ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ മണ്ണും ആലവെള്ളം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇനിയിപ്പം അത് അതിൽ നിറച്ച് പോട്ട് ചെയ്യണം. അതുകൊണ്ട് വെച്ചതാണ്. കുറെ പോട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുറെ പോട്ട് ഉണ്ട്. ഒരുപാട് ചെടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടുണ്ട്. ഇതെന്താണ് ഈ വള്ളി? ഈ വള്ളിയ മുന്തിരിങ്ങന്റെ വള്ളിയാണ്. എന്താന്നല്ല നമ്മളത് അത്ര പിടിച്ചിട്ട് കാണുന്നില്ല. ഓരോ സീസൺ വരുമ്പോൾ ഇങ്ങനെ പൂ വരുന്നുണ്ട്. പക്ഷെ അതിലങ്ങനെ ഇത് മുന്തിരിങ്ങ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ ശരിയാവില്ല. സോ ഇതാണ് നമ്മളുടെ ഗാർഡൻ.
പോയ സമയത്ത് അവിടെ ഇരുന്ന് കൊണ്ടുവന്ന ഒരു ഓർക്കിഡ് ആയിരുന്നു. നീണ്ടു പോയിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ഇതിന്റെ ഒരു ടൈപ്പ് ആ ടൈപ്പാണ്. ഉണ്ടാ ഇങ്ങനെ മേലെയാണ് പൂവുണ്ടാവുക, പല പോലെയായിട്ട് ഉണ്ടാവും. പക്ഷെ ഇത് അധികം തണലത്തായതുകൊണ്ടാണ് തോന്നുന്നു ഇതില് ഇങ്ങനെ ഇതാവുന്നത്. നന്നാവത്തല്ലേ ഈ ചെമ്പകം പോലത്തെ. ഈ പൂ കണ്ടില്ല മോളെ, ഇത് നമ്മള് മൈസൂർ സമയത്ത് ഓണത്തിന് അവിടെ പൂ ഇടണ്ടേ, അവിടെ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പറിച്ചിട്ട് നമ്മൾ ഓണത്തിന് നടന്ന് പൂ ഇട്ടത് മൈസൂരിൽ. ആ സമയത്ത് അവിടെ ഒരു കഷ്ണം കമ്പ് കൊണ്ടു നട്ടതാണ്. ഇപ്പം എല്ലാവരെയായി ഈ പൂവിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ ഒരിക്കൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടായിരുന്നു. സരസ്വതിദേവിനെ മെടുത്തിട്ടില്ലാന്ന് ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടു. മെടുത്തിട്ടില്ലാന്ന് പറയുന്നത് ഒരു ചെമ്പകത്തിന്റെ ഒരു വലിയ ടൈപ്പ്, കോളാമ്പി പൂവൊക്കെ പോലത്തെ ഒരു വലിയ ടൈപ്പ്. ഇത് വേറെ ചമയക്കാരുണ്ട് അവിടെ, പക്ഷെ ഇതിന്റെ ആണ് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് കണ്ടു. നമ്മൾ റോട്ടിൽ വന്ന് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കാറില്ല, അധികം വണ്ടി നിർത്തിയിട്ട് ചോദിക്കാറുണ്ട് ഇതിന്റെ ഒരു കൊമ്പിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ബോഗൺവില്ല അങ്ങനത്തെ ഈ ബോഗൺവില്ല ഞാൻ അവിടെ ഒരുപാട് നടന്നതുകൊണ്ട് റോഡിന് സൈഡിൽ വീണതുകൊണ്ട് ഞാൻ കമ്പ് കൊത്തി കളഞ്ഞായിരുന്നു. ജനങ്ങൾ കമ്പ് കൊത്തി കളഞ്ഞതായിരുന്നു. എന്നിട്ട് നമ്മൾ അടിവേര് വരെ അറുത്ത് കളഞ്ഞ സംഭവമാണ്. അത് വീണ്ടും ഈ ലെവലിൽ തന്നെ വീണ്ടും വരും. നമ്മൾ എന്തൊക്കെ സാധനം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാലും അത് വീണ്ടും പുനർജനിക്കണം തോന്നിയാൽ വീണ്ടും വരുന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം ഇത്. ഇപ്പൊ എത്രയോ വട്ടം നമ്മളത് മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ച് കളയുമ്പോൾ റോഡിലേക്ക് കൂടെ പോകുന്നവരെ പറഞ്ഞത് ഇതിന്റെ വില നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ ഇത്രയും അത് മുറിച്ച് കളഞ്ഞത് അതിലും ചെടിയെ സ്നേഹിക്കുന്നവരായിരിക്കും. അവർക്ക് അവരെ പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് പിന്നെ ഇത് കമ്പനി ചോദിച്ചിട്ടുണ്ട്. കുന്ന് കയറ്റത്തിലായ സമയത്തും അമ്മമാരാണ് അധികം മക്കളോട് പറയും മോനെ വണ്ടി നിർത്തി ഒരു കഷ്ണം കൊമ്പ് വാങ്ങുന്നവര് ഞാൻ അവര് കുത്തി കൊടുക്കലുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് ഞാൻ അധികം വീട്ടിലും കാണാറുണ്ട്. ഇതിൻ്റെ പല കളേഴ്സ്. ഇതൊക്കെ ആകെ ഇവിടെ എന്താ പറയുക കുറേ ഉണ്ടായിരുന്നു, കാണുന്നില്ല നിങ്ങൾക്ക്. പക്ഷെ എല്ലാം ഒന്ന് കരിഞ്ഞു പോകാൻ തുടങ്ങി. ഇതിലധികം വെള്ളമൊന്നും വേണ്ടല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. എനിക്ക് കാണാൻ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഓർക്കിഡാണെന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെക്കി, ഇതൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. ബട്ട് എന്താണെന്നറിയില്ല, ഇപ്പം വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. ബട്ട് അതിന് മേ ബി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇതാക്കാനും വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എല്ലാം ഒന്ന് ഉണങ്ങി പോകുന്നുണ്ട്. നമ്മളിതൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ ഗാർഡനിൽ നമ്മളിവിടെ താഴത്തെ ഫ്ലോറിൽ ഗാർഡൻ്റെ അതിൽ ചെറിയ ചെറിയ പുല്ല് ഫിറ്റ് ചെയ്യില്ല. അങ്ങനെ എൻ്റെ കല്യാണത്തെ സമയത്ത് അത് ഫിറ്റാക്കിയതായിരുന്നു. പക്ഷേ അതിലും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീപ്ലാന്റ് ചെയ്യാനും വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതൊന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ കാണാം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. കണ്ടോ, അതൊക്കെ പോയി. അതൊക്കെ ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുക്കണം, പിന്നെയും റീപ്ലാന്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സുഖം. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോരോ ഗാർഡൻ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഊഞ്ഞാൽ, എനിക്ക് ഈ ചെടികളുടെ നടുക്കൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതും വൈകുന്നേരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ്. അതിപ്പോൾ നമ്മൾ നട്ടതായാലും പിന്നെ അപ്പുറത്തൊരു കാട് പോലൊരു സ്ഥലമുണ്ട്. ഇറ്റ്സ് എ ഗ്രീൻ, കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് ഗ്രീൻ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് ഗ്രീൻ. അതുകൊണ്ടാണ് ഈ വീട്ടിന് എനിക്കൊരു പോസിറ്റീവ് ഫീൽ വരാറ്. ബിക്കോസ് അമ്മയുടെ സ്വഭാവം കൊണ്ടായിരിക്കും മേ ബി എനിക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് സീയിങ് ഫ്ലവേഴ്സ്. എല്ലാം ചെടി ലൈക്ക് നോൺ ഫ്ലവറിങ് ആയാലും ഫ്ലവറിങ് ആയാലും ദ ഗ്രീൻ തിങ് ഓൾവേസ് അട്രാക്ട്സ് മീ. സോ ഐ ജസ്റ്റ് ലവ് വാച്ചിങ് ഓൾ ദിസ്. ആൻഡ് പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. നമ്മൾ അതിനു വേണ്ടി അതുപോലെ തന്നെ കുറേ നാടൻ ചെടികൾ എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ പൂക്കളൊന്നുമില്ലാതെ ഇതുപോലെ ഇതിനെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്നത്. ഇവിടെ നമ്മളിങ്ങനെ 2 സ്റ്റാൻഡ് പോലാക്കിയിട്ട് അവിടെ ഫുൾ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ചെടികളൊക്കെ കുറഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ മാക്സിമം അതിന് എല്ലാ വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മയ്ക്ക് വെള്ളം നനയ്ക്കാതെ അമ്മ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതിന് വെള്ളം നനയ്ക്കും. മോസ്റ്റ്ലി അമ്മ തന്നെയാണ് എല്ലാം നോക്കുന്നതും ചെയ്യുന്നതും എല്ലാം. പിന്നെ അതുപോലെ നമ്മുടെ മതിലിൻ്റെ മുകളിലത്തെ പോർഷൻ, ഈ ഒരു മുകളിലത്തെ പോർഷൻ നിങ്ങൾ കാണാം, അവിടെയൊക്കെ നമ്മുടെ അധികം പച്ചക്കറി, വാഴ, അങ്ങനെയൊക്കെ തെങ്ങ് അങ്ങനെയൊക്കെ ആണുള്ളത്. പക്ഷേ ആ പോർഷനിലേക്ക് നമ്മൾ വെജിറ്റബിൾ സൈഡിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇത് സൈഡിൽ ഇതിൻ്റെ അറ്റത്തോട്ട് നമുക്ക് എന്താണ് ചെമ്പരത്തിയൊക്കെ നട്ടില്ല, കാരണം അതിനധികം വെള്ളം വേണ്ടല്ലോ. സോ ആ ഒരു പോർഷനിൽ നമ്മൾ ചെമ്പരത്തിയൊക്കെ നട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇഷ്ടമായോ? സോ ഇനിയും കുറേ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ സൈഡിലേക്കൊക്കെ പിന്നെ പോവാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഫസ്റ്റ് തന്നെ a big thanks guys, because ഒരു ഐഡിയയും ഇല്ലാണ്ട് തുടങ്ങിയൊരു സാധനമാണ് ഈ യൂട്യൂബ് വ്ളോഗൊക്കെ എടുക്കുക. എന്തെടുക്കാമെന്ന് പോലും എനിക്കറിയില്ല. സോ എനിവൺ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിവൺ ക്യാൻ ഡു ഇറ്റ്. ആൻഡ് യെസ്, സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങൾക്ക് ഇനി അടുത്ത എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എന്തെങ്കിലും കാണണം എന്നുണ്ടോ, എനി ന്യൂ സജഷൻസ്, എനി ന്യൂ കണ്ടൻറ്റ്, you can suggest me, and if possible I'll be doing that. And പിന്നെ just be with me always, keep supporting, like ചെയ്യുക, comment ചെയ്യുക, show your love, comment ചെയ്യുക. പിന്നെ അതുപോലെ subscribe ചെയ്യുക എൻ്റെ ചാനൽ. So you guys, നിങ്ങളാണ് my motivator and supporter. So be with me in the signing off. Bye bye. So bye bye. Have a nice day. Be positive. Be healthy.